ശൗര്യം കൊണ്ടും കരുത്തുകൊണ്ടും കാട്ടിലെ ഒരേ ഒരു രാജാവാണ് സിംഹങ്ങൾ. പൗരുഷത്തിന്റെ പ്രതീകമായി സിംഹങ്ങളെ പൊതുവെ കണക്കാക്കുന്നു. പാന്തേര ജൻസിൽപ്പെട്ട ഒരു മൃഗം കൂടിയാണ് സിംഹങ്ങൾ. സാമൂഹിക ജീവി കൂടിയായ ഇവയെ പ്രൈഡുകൾ എന്ന് വിളിച്ചു പോരുന്നു. 5 മുതൽ 40 പേരടങ്ങുന്ന കൂട്ടങ്ങളായാണ് ഇവർ സഞ്ചരിക്കാറ്. ആഫ്രിക്കയിലും ഇന്ത്യയിലുമാണ് ഇവയുടെ ജന്മദേശം. പൊതുവെ പ്രായപൂർത്തിയായ ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളെക്കാൾ വലുതും തലയ്ക്കും കഴുത്തിനു ചുറ്റും രോമങ്ങൾ നിറഞ്ഞ ഭംഗിയുള്ള രൂപമാണുള്ളത്. പുൽമേടുകൾ, കുറ്റിച്ചെടികൾ എന്നിവിടങ്ങളിലാണ് ഇവ വസിക്കുന്നത്. ആവാസ വ്യവസ്ഥയുടെ പ്രശ്നങ്ങളും മനുഷ്യരുമായുള്ള സംഘർഷങ്ങളുമാണ് ഇവയ്ക്ക് വംശനാശ ഭീഷണിയുടെ കാരണമായി കണക്കാക്കപ്പെടുന്നു. സിംഹങ്ങൾ കൂടുതലായും വിശ്രമത്തിനായി സമയം ചിലവഴിക്കുന്നു. അവ ദിവസത്തിൽ 20 മണിക്കൂർ നിഷ്ക്രിയമായി ഇരിക്കുന്നു. പ്രഭാതത്തിലാണ് കൂടുതലായും വേട്ടയാടാറുള്ളത്. ഇവ ശരാശരി 2 മണിക്കൂർ നടക്കാനും 50 മിനിറ്റ് ഭക്ഷണം കഴിക്കാനും ചിലവഴിക്കുന്നു. വലിയ ആൺസിംഹങ്ങൾക്ക് 250 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം കണക്കാക്കപ്പെടുന്നു. ഇവ 10 മുതൽ 14 വർഷം വരെ ജീവിക്കുന്നു. ആൺസിംഹങ്ങൾ പൊതുവെ 10 വർഷത്തിനുള്ളിൽ കൂടുതൽ ജീവിക്കാറില്ല. പൊതുവെ മറ്റു ആൺസിംഹങ്ങളുമായുള്ള പോരാട്ടം ഇവയെ ചിലപ്പോഴൊക്കെ പരിക്കുകൾ പറ്റി മരണത്തിലേക്ക് നയിക്കുന്നു. ഓരോ സിംഹക്കൂട്ടങ്ങൾക്കും ഓരോ ആവാസ മേഖലയുണ്ട്. മറ്റു മാംസഭോജികളെ ഈ ആവാസ വ്യവസ്ഥയിൽ വേട്ടയാടാൻ അനുവദിക്കാറില്ല. 260 ചതുരശ്ര മൈൽ വലുതായിരിക്കും സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ. സിംഹങ്ങൾക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കാറില്ല. പകരം കൂട്ടം കൂട്ടമായാണ് ഇരകളെ ആക്രമിക്കാറുള്ളത്. വേട്ടയാടലിൽ ആൺസിംഹങ്ങളെ സഹായിക്കാൻ പെൺസിംഹങ്ങൾ മുന്നോട്ടു നിൽക്കും. കാട്ടുപോത്ത്, ജിറാഫ് പോലുള്ള വലിയ മൃഗങ്ങളെ എളുപ്പത്തിൽ വീഴ്ത്താൻ പെൺസിംഹങ്ങൾ കൂടുതലായും ആൺസിംഹങ്ങളെ സഹായിക്കാറ്. ഒരു പെൺസിംഹം 2-3 വയസ്സ് പ്രായമാകുമ്പോൾ പ്രസവിക്കാൻ തയ്യാറാകും. ഇവ 3 മാസം കഴിയുമ്പോൾ പ്രസവിക്കുകയും ചെയ്യും. ഇവ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റു വേട്ടയാടൽ മൃഗങ്ങളെ പേടിച്ച് ഇവ പാറക്കെട്ടുകളിലോ കുറ്റിക്കാടുകളിലോ ഒളിച്ചു വയ്ക്കുന്നു. മറ്റു വേട്ടമൃഗങ്ങൾ ഒളിത്താവളം കണ്ടാൽ കുഞ്ഞുങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യും. നിലവിൽ കൂട്ടത്തിൽ മുതിർന്ന സിംഹത്തെ പുതിയ ആൺസിംഹങ്ങൾ ആക്രമണത്തിൽ തോൽപ്പിച്ച് ആ സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പുതിയ ആൺസിംഹങ്ങൾ കൊന്നുകളയാറുണ്ട്. പെൺസിംഹങ്ങൾ കരുത്തനായ പുതിയ ആൺസിംഹങ്ങളുമായി ഇണചേർന്ന് പുതിയ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയും കൂട്ടത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു.